ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശത്രുദോഷം അനുഭവിച്ചിട്ടുള്ളവരും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും നമുക്കിടയിൽ ഉണ്ടാവും. ആരാണ് നമ്മുടെ ശത്രു? നമ്മുടെ ജാതക ദോഷമോ ചാരവശാലുള്ള ദോഷഫലങ്ങളോ മൂലമല്ലാതെ ചില ശത്രു പ്രാർത്ഥനകളുടെ ഫലം നമ്മളിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ചിന്താതരംഗങ്ങളെക്കാൾ എതിർ പ്രാർത്ഥനയുടെ ചിന്താതരംഗങ്ങൾക്ക് ശക്തി ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ദുരനുഭവങ്ങൾ നമ്മളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ദുഷ്കർമ്മങ്ങൾ നമ്മുടെ ശത്രുവാകാം. ജാതകവശാലോ ചാരവശാലോ നമ്മുടെ പ്രതികൂല ഗ്രഹങ്ങൾ നമ്മുടെ ശത്രുവാകാം. ഇങ്ങനെ ശത്രുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറാനായിട്ട് അനുയോജ്യമായിട്ടുള്ള മന്ത്രങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓരോ ദേവീദേവന്മാർക്കും ഓരോ മന്ത്രങ്ങളുണ്ട്. അതും എത്ര തവണ നമ്മൾ ജപിക്കണം എന്നുള്ളത് കൂടെ ഞാൻ പറയുന്നുണ്ട്. ശത്രുദോഷം മാറാനായിട്ട് നരസിംഹമൂർത്തിയെ ഭജിക്കുന്നത് നല്ലതാണ്. ഓം നമോ ഭഗവതേ നരസിംഹായ നമഃ. ഈ മന്ത്രം നമ്മൾ 64 ദിവസം 64 തവണ വീതം 2 നേരം ജപിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷം മാറിക്കിട്ടും. സുബ്രഹ്മണ്യൻ ഓം വിശാഖായ നമഃ. ഈ മന്ത്രം 64 ദിവസം 48 തവണ വീതം 2 നേരം ജപിച്ചു കഴിഞ്ഞാൽ ശത്രുദോഷം മാറിക്കിട്ടും. ഭദ്രകാളി ഓം രക്തായ നമഃ. ഈ മന്ത്രം 108 തവണ 2 നേരം 12 ദിവസമാണ് ജപിക്കേണ്ടത്. ദുർഗ ഓം ജയദുർഗായ നമഃ. 48 ദിവസം 2 നേരം വീതം 36 തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ശിവഭഗവാൻ ഓം നമഃശിവായ. 108 വീതം 51 ദിവസം 2 നേരം ഈ മന്ത്രം ജപിക്കണം. വിഷ്ണു ഓം നമോ ഭഗവതേ ഗോവിന്ദായ നമഃ. 54 തവണ 2 നേരം 64 ദിവസം ഈ മന്ത്രം ജപിക്കണം. അയ്യപ്പൻ ഓം ആര്യായ നമഃ. 36 വീതം 2 നേരം 41 ദിവസം ഈ മന്ത്രം ജപിക്കണം. അപ്പം നിങ്ങൾ ശത്രുദോഷം നേരിടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും മന്ത്രങ്ങൾ ജപിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം തന്നെ കാണാനായിട്ട് സാധിക്കും. ശത്രുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പുരോഗതി ഇല്ലാത്തൊരവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ശത്രുദോഷം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവാതെ എല്ലാത്തിനും തടസ്സമായിട്ട് മാറും. അതുപോലെ തന്നെ വീട്ടിലെപ്പോഴും കലഹങ്ങൾ ഉണ്ടാവുക, ജീവിതത്തിൽ പുരോഗതി ഇല്ലാത്തൊരവസ്ഥ, സാമ്പത്തികമായിട്ട് തകർച്ച ഉണ്ടാവുക, ഇതിനൊക്കെയും നേരിടാനുള്ള പരിഹാര മാർഗം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളത്. കുളിച്ച് ശുദ്ധിയായി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശത്രുദോഷം മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.